ആദ്യം അല്ലാഹു തആല പടച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബിത്തങ്ങളെ പ്രകാശത്തെ എന്ന് ചിലർ പറയും. അത് നല്ല പ്രയോഗം അല്ല. നബിത്തങ്ങളെ പ്രകാശത്തെ അല്ല, നബിത്തങ്ങളെയാണ് ആദ്യമായി അല്ലാഹു തആല പടച്ചത്. ആ നബിത്തങ്ങൾക്ക് അല്ലാഹു തആല ആദ്യം പടച്ചപ്പോൾ അതിനൊരു പേരിട്ടിരുന്നു. മുഹമ്മദ് എന്നുള്ള പേരും വന്നുണ്ട്, നൂർ എന്ന പേരും റസൂലുള്ളാഹി വിളിച്ച അല്ലാഹു തആല റസൂലുള്ളാഹിനെ വിളിച്ച പേരാണ് നൂർ. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അപ്പൊ നൂറിനെ അല്ലാഹു തആല ആദ്യം പഠിച്ചു എന്ന് പറഞ്ഞാൽ നൂർ എന്ന പേരുള്ള നബിത്തങ്ങൾ ആദ്യം പഠിച്ചു എന്ന അർത്ഥം. പക്ഷേ നബിത്തങ്ങളെ ശരീരം അല്ലാഹു തആല അന്ന് പഠിച്ചിട്ടില്ല. പിന്നെ എന്താ പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെയാണ് അല്ലാഹു തആല ആദ്യം പഠിച്ചത്. റൂഹിനെ പഠിച്ചു എന്ന് പറയുമ്പോൾ റൂഹ് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്, ആരിഫീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൂഹിന് ശരീരത്തിനുള്ള അതേ ആകൃതി ഓരോ റൂഹിനും ഉണ്ട്. ആദ്യം റൂഹിനെയാണ് പഠിച്ചിട്ടുള്ളത്. എല്ലാവരുടെ റൂഹിനെയും ഈ ഭൂമി പറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും റൂഹിനെ അല്ലാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ റൂഹിനെ പഠിക്കുമ്പോൾ ഓരോരുത്തരുടെയും റൂഹിന് അവരുടെ ശരീരത്തിന്റെ രൂപമുണ്ട്. അപ്പൊ കയ്യും കാലും കണ്ണും മുഖവും എല്ലാം ആത്മാവിന് തന്നെയുണ്ട്. അത് പിന്നെ രക്തവും മജ്ജയും എല്ലും തൊലിയുമൊക്കെ ആയി ശരീരത്തിനെ പടക്കുമ്പോൾ ആ റൂഹിന്റെ അതേ രൂപത്തിലാണ് ശരീരത്തിനെ പടക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ പഠിച്ചു എന്ന് പറഞ്ഞ ഭൂമിയിലുണ്ടായിരുന്ന റസൂലുള്ളാഹ് ആ സൗന്ദര്യത്തിനേക്കാൾ പവർ കൂടിയ സൗന്ദര്യത്തോടു കൂടെയാണ് അല്ലാഹു തആല ആദ്യമായി റസൂലുള്ളാഹിയുടെ റൂഹിനെ പടച്ചു വെച്ചത്. അതെവിടെ പടച്ചു വെച്ചത് എന്നറിയാമോ? അർശിന്റെയും മുകളിൽ എത്രയോ കോടാനുകോടി വർഷങ്ങൾ പ്രകാശവർഷങ്ങൾ അപ്പുറത്താണ്, പ്രകാശവർഷത്തിന്റെ വൈദൂരത്തിന്റെ അപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആ റൂഹിനെ പടച്ചു വെച്ചത്. അങ്ങനെ അന്ന് മലായിക്കത്തിനെ പഠിച്ചു വെച്ചിട്ടില്ല. പിന്നീട് അല്ലാഹു തആല ആദ്യം റസൂലുള്ളാഹിനെ പഠിച്ചതിന് ശേഷം മലായിക്കത്തിനെ പഠിച്ചു. ഈ മലായിക്കത്തിനെ പഠിച്ചപ്പോൾ ഈ മലായിക്കത്തിന് അള്ളാഹുവിനെ പറ്റി അറിയില്ല. ആ മലായിക്കത്തിന് അള്ളാഹുവിനെ പറ്റി ഉള്ള വിവരം, ഇൽമ്, മഅരിഫത്ത് പറഞ്ഞു കൊടുത്തത് ആരാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആലിമുൽ ഗൈബ് എന്നാണ് റസൂലുള്ളാഹി ഉണ്ടായിരുന്ന ആ ഭാഗത്തിന് അന്ന് പറയുക. ആലിമുൽ ഗൈബ്, ആലിമുൽ ഗൈബിൽ വെച്ച് അള്ളാഹു റസൂലിന് ഇന്ന കാര്യം മലായിക്കത്തെ പറഞ്ഞു കൊടുക്കണമെന്ന് വഹി കൊടുക്കുന്നു. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ല. ജിബ്രീലിന്റെ മാധ്യമമില്ലാതെ അല്ലാഹു തആല നേർക്കുനേർ റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കുന്നു. റസൂലുള്ളാഹി മറ്റുള്ള ജിബ്രീൽ അടക്കമുള്ള മലായിക്കത്തിന് അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ എങ്ങനെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലണം, തസ്ബീഹ് ചൊല്ലാൻ ചില നിയമങ്ങളുണ്ട് അല്ലേ? ആ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നീട് അല്ലാഹു തആല അമ്പിയാക്കന്മാരെ അർവാഹിനെ പഠിച്ചു. ഈ അമ്പിയാക്കന്മാരെ അർവാഹ്, ആലിമുൽ അർവാഹ്, ആത്മീയ ലോകത്ത് ആ അർവാഹുകൾ മാത്രമുള്ള, ആത്മാക്കൾ മാത്രമുള്ള ആ ലോകം കുറെ കാലം അങ്ങനെ നിന്നിട്ടുണ്ട്. ആ ലോകത്തും അള്ളാഹുവിനെ ദിക്റ് ചൊല്ലാതെ, തസ്ബീഹ് ചൊല്ലാതെ, സ്മരിക്കാതെ അറിയാത്ത ഒരു ലോകമായിരുന്നില്ല. ആ ലോകത്തും അള്ളാഹുവിനെ പറ്റിയുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹിനെ പറ്റിയുള്ള മഅരിഫത്ത് ആര് പറഞ്ഞു കൊടുത്തു? ഒരു ദൂതൻ വേണ്ടേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അന്ന് ആലമുൽ അർവാഹില് ഭൂമിയിലേക്ക് മനുഷ്യന്മാര് ആദം നബി അടക്കമുള്ള ആളുകൾ വരുന്നതിന്റെ മുമ്പ് ഈ ആലമുൽ അർവാഹ് എന്ന ലോകത്ത് അന്ന് ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ, ഔദ്യോഗിക പ്രവാചകൻ. അത് നബിയുനാ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ ഹദീസിൽ കാണാം, ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ, സൃഷ്ടികളിലേക്ക് മൊത്തം അയക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. മൊത്തം സൃഷ്ടികളിലേക്ക് അയക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി. അതിൽ മലക്കുകളും പെട്ടു, അമ്പിയാക്കന്മാരും പെട്ടു. നബിയുൽ അംബിയ എന്ന് റസൂലുള്ളാഹിക്ക് ഒരു പേരുണ്ട്. എന്താ അർത്ഥം? പ്രവാചകന്മാരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്.
അതാണ് ബൂസീരി ഇമാം പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാർ റസൂലുള്ളാഹിൽ നിന്ന് ഇൽമു മനസ്സിലാക്കി. ഭൂമിയിൽ ആദ്യം ആദം നബി അലൈഹി സ്വലാം വന്നിട്ട് ഭൂമിയിൽ ആദം നബി അലൈഹി സ്വലാമിനിക്ക് തന്റെ സമുദായത്തിന് എന്ത് പറഞ്ഞു കൊടുക്കണമോ അത് റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനിക്ക് മനസ്സിൽ ഓരോന്ന് ഇട്ടുകൊടുക്കുകയായിരുന്നു, ഇൽഹാമായി കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഈസാ നബി വരെയുള്ള അംബിയ മുർസലീങ്ങളെ അള്ളാഹുവിന്റെ റസൂല് നിയന്ത്രിക്കുകയായിരുന്നു ആലിമുൽ ഗൈബിൽ വെച്ച്. പിന്നെ മാത്രമല്ല വഇമ്മി ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഖുർആൻ പറഞ്ഞു എല്ലാ വസ്തുക്കളും അതിൽ നാം നിർജീവങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന കല്ലുകളും മരങ്ങള് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ തസ്ബീഹ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു.